കൂട്ടുകാരെ, പല പല ശബ്ദങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കൊച്ചുള്ളതുകൊണ്ട് സൗണ്ടുകളുണ്ട്. പിന്നെ വെളിയിൽ കൂടെ ബൈക്കുണ്ട്. എനിക്ക് പറയാനുള്ള വിഷയം അത് പറയാതെ വയ്യ. പറയണ്ട എന്നൊക്കെ തോന്നിയെങ്കിലും പറയാമെന്ന് കരുതുന്നു. പറയാതെ വയ്യ. അതായത് നമ്മൾ ഒരുപാട് തിക്താനുഭവത്തിലൂടെ പോവുകയായിരുന്നല്ലോ. അപ്പോൾ കാരണം ഇതൊക്കെ ആളുകൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നും വെച്ച് പിടിപ്പിച്ച് പറഞ്ഞിട്ടില്ല. എൻ്റെ ഹൃദയം പൊട്ടിപ്പോയതാണ്. അതിനെന്താ, അയൽവാസികളാണ് കൂടുതലും. എന്നെ ആദ്യം കെട്ടിയ കാക്കോട്ടുമുല സ്വദേശിയുടെ ഒരു ബന്ധു ആയ ഒരു സ്ത്രീ, ഇത്ര വക്രത പിടിച്ചൊരു സ്ത്രീ, പിന്നെ ബാക്കി മറ്റേ അയൽവാസികളെന്ന് പറഞ്ഞ് ഞാൻ പരാതി പറയുന്നുണ്ടല്ലോ, അവർ എനിക്ക് വരുത്തി വെച്ചൊരു വിനയാണ്. എനിക്ക് നെഞ്ചിന് അസ്വസ്ഥതകളുണ്ടായി അറിയാം. എന്നിട്ടും കൂടെ ഞാൻ എൻ്റെ കുട്ടിയുമായിട്ട് പിടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെൻ്റെ സമയാസമയങ്ങളിൽ പോയി എനിക്ക് നെഞ്ചിന് മറ്റസുഖങ്ങളില്ലെങ്കിലും സാധ്യതയുണ്ട്. ഈ അവസ്ഥ വരുത്തി വെച്ചത് അവർ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അവർ കരുതും ഇവരുടെ മുമ്പേ ഇവരുടെ വീട്ടിലെ ആൾക്കാരല്ലേ. ശരി, അതൊക്കെ തരണം ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് 2 വിവാഹങ്ങൾ, അതും എത്രയോ വർഷത്തെ ഗ്യാപ്പ് വെച്ചിട്ട് അതും തരണം ചെയ്തുകൊണ്ട് പോയി. ഈ ഇരുന്ന അയൽവാസികളും കാരണം എനിക്ക് നെഞ്ചിനിങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ടായി. ഇത് ഞാൻ പറയാതിരിക്കുകയായിരുന്നു. എൻ്റെ മകനത് മനസ്സിലാക്കി, അവൻ അമ്മയുടെ ദുഃഖമൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവൻ അത്രയും നാളൊക്കെ എടുത്തുകൊണ്ട് നടക്കണമായിരുന്നു മോനെ. ഇപ്പം മോനത് മനസ്സിലാക്കി. അമ്മയ്ക്ക് ആയാസകരം പറ്റില്ല, സ്റ്റെപ്പ് അത്ര കയറില്ല. അത് ഞാൻ തന്നെ കയറി തന്നെയാണ്. സ്റ്റെപ്പ് കയറില്ല, പകരം അമ്മ എനിക്ക് ഒരുപാട് ദുഃഖങ്ങളും പറ്റത്തില്ല. അത് ചില ആൾക്കാർക്ക് അറിയാം. ദുഃഖം, മറ്റുള്ളവരുടെ ദുഃഖം പോലും പറ്റത്തില്ല. ഞാൻ സിൻസിയറായിട്ട് കാണുന്ന ആൾക്കാരുടെ, മനസ്സിലായോ? അപ്പോൾ എൻ്റെ മകൻ ഇപ്പം താഴെ നടക്കുകയോ ചെയ്യുന്നു. കാരണം എന്നാ ചോദിക്കും, ഇപ്പം മകനെ എടുക്കണ്ടല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് ആയാസത്തിൽ നടക്കുമ്പോൾ അവനെ എടുക്കേണ്ടി വരും. അതൊന്നും കുഴപ്പമില്ല, തൽക്കാലം കുഴപ്പമില്ല, വെച്ച് പിടിച്ച് പോകാം. പിന്നെ കാര്യമായ പ്രശ്നങ്ങൾ ഇപ്പം ഇല്ലെങ്കിലും മുന്നോട്ട് പോകും. കാര്യമായ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ അതിനൊന്നും വലിയ കുഴപ്പമില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആര് വരുത്തി വെച്ചവന്? അതുകൊണ്ട് ഞാനോ എൻ്റെ മകനോ മരിക്കാനിടയായാൽ അയൽവാസികൾ തന്നെയായിരിക്കും പ്രധാന കാരണക്കാർ. അവർ എരുതീയിൽ എണ്ണ ഒഴിക്കുന്ന പ്രോസസ്സാണ് ഇന്ന് വരെയും കാണിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? ബാക്കി എല്ലാ പരാതികളും ഞാനത് ഷെയർ ചെയ്തു. ഈ വിധി എനിക്കുണ്ടായത് അവർ മുഖേനയാണ് എന്ന് ഞാൻ ഏത് കോടതിയിലും എഴുതി വയ്ക്കും, ഏത് കാര്യത്തിലും എഴുതി വയ്ക്കും. അപ്പോൾ ഇതൊന്നും പറയാതെ വയ്യ. എനിക്ക് കൂടുതൽ കടുപ്പമേറിയ പ്രയാസങ്ങൾ എനിക്ക് പറ്റാതായി. ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. വേഗം തട്ടിപ്പോകും എന്നും പറഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് കൈയടിച്ച് ആശ്വസിക്കുക. പക്ഷെ ദൈവം ഒരാൾ മുകളിലുണ്ട്. ആ പുള്ളി പറയുന്നതേ നടക്കൂ. ആ പുള്ളി പറയുന്നിടത്തേ നമ്മളിരിക്കൂ. ആ പുള്ളി വിധി എന്ത് ആർക്ക് വെച്ചോ അതുപോലെ നടക്കൂ. മനസ്സിലായോ? വെറുതെ ഒന്നും പറയാം. എൻ്റെ യൂണിവേഴ്സാണ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ യൂണിവേഴ്സിൻ്റെ, എൻ്റെ പ്രപഞ്ചശക്തിയുടെ, എൻ്റെ ദൈവത്തിൻ്റെ സപ്പോർട്ട് എനിക്ക് വളരെ വലുതാണ്. എൻ്റെ ആത്മാക്കൾ, അതായത് മരിച്ചു പോയ, ഇപ്പം എൻ്റെ കുടുംബത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ അമ്മയുടെ അച്ഛൻ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത എൻ്റെ മുത്തച്ഛൻ, എൻ്റെ അപ്പൂപ്പൻ്റെ ആത്മാവ് വരെ എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് ബോധ്യപ്പെട്ടു, ഒരാഴ്ച മുമ്പ് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അപ്പൂപ്പൻ്റെ കുടുംബക്കാരെയൊക്കെ ഞാൻ ഉച്ച സമയത്ത് സ്വപ്നം കണ്ടെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പം ഇന്നൊക്കെ ഉൾവിളി ഉണ്ടായത്. ഒരു മകളെപ്പോലും കാണാഞ്ഞ ഒരച്ഛനാണത്. അപ്പോൾ ഈ 2 ആത്മാക്കൾ ശക്തമായി എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവ് വളരെ ശക്തമായി എൻ്റെ കൂടെ ഉണ്ട്. അറിയാമോ? അതെൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് വേർതിരിവ് കണ്ടിട്ടോ ഒന്നും അല്ല. എനിക്ക് ഈ ആത്മാക്കളുടെ കാര്യം പറയാൻ പറ്റുന്നുള്ളൂ. ഒരു ആത്മാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു എന്താ പറയുക, ഒരു ചാഞ്ചാട്ട സിറ്റുവേഷൻ പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ നെഗറ്റീവ് എഫക്റ്റാണ്. മനസ്സിലായോ? ഇപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി. ബാക്കി ഞാൻ പിന്നീട് വരാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.